മിഡിൽ ഈസ്റ്റിൽ ഇപ്പം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർ അറ്റ്മോസ്ഫിയറിൽ ബിസിനസ്സുകാർ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്ന്, ക്യാഷ് ഫ്ലോ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഈ സമയത്ത് പ്രോഫിറ്റിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് കയ്യിലിരിക്കുന്ന ക്യാഷിനാണ്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസുകൾ ഒഴിവാക്കുക. അതുപോലെ പേയ്മെൻറ്റ് കളക്ഷൻ മാക്സിമം ശ്രദ്ധിക്കുക. 2, കസ്റ്റമറായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മിക്ക സ്ഥാപനങ്ങളിലും ഇപ്പോൾ സ്റ്റോക്ക് കുറവായിരിക്കാം, പ്രൊമോഷൻസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ കുറവാകാനുള്ള ചാൻസ് കൂടുതലാണ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയ കമ്മ്യൂണിക്കേഷൻസ് കീപ്പ് ചെയ്യുക. 3, സപ്ലൈ ചെയിൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്കലി സോഴ്സ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സോഴ്സിന് പുറമെ ആൾട്ടർനേറ്റീവ് ആയ സോഴ്സുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനി ഇൻ്റർനാഷണലി സോഴ്സ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം സോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ സപ്ലയറോട് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്കിവിടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിരിക്കണം എന്ന പോലെ തന്നെ സപ്ലയർക്കും അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കേണ്ടതുണ്ട്. ഈ ഒരു കോസ്റ്റിൻ്റെ ഷെയർ അവർക്കും കൂടി വരുന്ന രീതിയിൽ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യും. 4, ഒരു യുദ്ധം കൊണ്ട് ഒരു ബിസിനസ് മാത്രം പൂട്ടിപ്പോവില്ല. പക്ഷേ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് പൂട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാനിക് ആവുന്നതിന് പകരം അലേർട്ടായിട്ടിരിക്കുക.